നമസ്കാരം സുഹൃത്തുക്കളെ. ദുബായ് സമയം പ്രാദേശിക സമയം 2:30 ഇന്ത്യയുടെ കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് MK-1A തകർന്നിരിക്കുന്നു. പൈലറ്റ് വീരമൃത്യു മരിച്ചിരിക്കുകയാണ്. ആദ്യമേ ആദരാഞ്ജലികൾ. കാരണം ആദ്യമേ ഒരു കാര്യം വ്യക്തമാക്കി പറയട്ടെ, കോമ്പാക്ട് ഫ്ലൈയിങ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ഒരു ലോ ഫ്ലൈയിങ് എയർക്രാഫ്റ്റ് ഫ്ലൈയിങ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മനോവറാണ്. ഒരുപാട് ആളുകൾ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. കാരണം ആരെങ്കിലും ചെയ്തേ പറ്റൂ, എളുപ്പമല്ല, വളരെ ഡേഞ്ചറാണ്. ഏവിയേഷൻ രംഗത്ത് കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന പോലെയല്ല യുദ്ധവിമാനങ്ങൾ പറത്തുക എന്ന് പറയുന്നത്. അത്യന്തം ഭയാനകവും ഡേഞ്ചറാണ്. മാർജിൻ ഓഫ് എറർ, ഫിസിക്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാ ഫൈറ്റ് ചെയ്യുന്നത്. ഒരു നിമിഷം, 2 നിമിഷം, 4 നിമിഷം മതി ജീവനും അതോടൊപ്പം മരണവും മുമ്പിലുള്ള ഒരു മുഖാമുഖം. ആ ഒരു ഉദ്യമം ഏറ്റെടുത്തുകൊണ്ട് പറത്തിയ നമ്മുടെ പൈലറ്റ് മരണപ്പെട്ടിരിക്കുന്നു. ആദരാഞ്ജലി, വീരമൃത്യു ആ വീര ജവാന്. നമ്മൾ സംസാരിക്കാവുന്ന വിഷയം എന്ന് പറയുന്നത് എന്തായിരിക്കാം പോസിബിൾ റീസൺസ്, എന്തുകൊണ്ടായിരിക്കാം ഇതൊരു ഇന്ത്യയുടെ ഉദ്യമത്തിന് ഇതൊരു തടസ്സമാകുന്നു? തദ്ദേശീയമായി വികസിപ്പിക്കുന്ന MK-2 കാവേരി എഞ്ചിൻ 6ാം ജനറേഷൻ എയർക്രാഫ്റ്റ് അതിലേക്കുള്ള ഇന്ത്യയുടെ പാതയെ എത്ര കൊണ്ട് പുറകോട്ടടിക്കുന്നതായിരിക്കും? ഓൾറെഡി ഓൺലൈൻ മുഴുവൻ, ട്വിറ്ററൊക്കെ മുഴുവൻ ഞാൻ അമേരിക്ക നോക്കുമ്പോൾ മുഴുവൻ പടരുകയാണ് ഇന്ത്യയെ ഇകഴ്ത്തിക്കൊണ്ട്. ഇന്ത്യയുടെ ഈ വിമാനം സമോസയുമായി ബന്ധപ്പെട്ട് സമോസ പോലെയാണ് ഇന്ത്യൻ വിമാനത്തിന് ഓയിൽ വീഴുന്നു. മുഴുവൻ ട്വിറ്ററിൽ മുഴുവൻ ആന്റി ഇന്ത്യ പ്രൊപ്പഗണ്ട. എന്ത് വില കൊടുത്തും ഇന്ത്യയെ പിന്തിരിപ്പിക്കുക. ആരാണ് ഇതിന്റെ പുറകിൽ? എന്താണ് ആവശ്യകത? 4ാമത് ചോദ്യം എന്ന് പറയുന്നത്, പൈലറ്റിന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. ആദ്യം വീഡിയോ കാണുന്ന എല്ലാവരും ഓർക്കുന്നത് പൈലറ്റ് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇജക്ട് ചെയ്തു, എന്തുകൊണ്ട് അദ്ദേഹം ചെയ്ത് കാണില്ല? ഒരുപാട് കാര്യങ്ങൾ. ആദ്യമേ ഞാൻ പറയട്ടെ, ക്രാഷ് എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഫൈറ്റർ ജെറ്റുകൾ ക്രാഷ് ചെയ്യും. F-35 ആയാലും 16 ആയാലും അമേരിക്കയുടെ ലോക്ഹീഡ് മാർട്ടിൻ സൂപ്പർ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള F-104 2 വർഷം കൊണ്ട് 90 തവണയാണ് ക്രാഷിലായിരിക്കുന്നത്. ഓക്കെ, വിഡോ മേക്കറും അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആകെ രണ്ട് തവണയാണ് നമ്മൾ തേജസ് അപകടത്തിൽ. 2 തവണ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പറയും തീർച്ചയായിട്ടും ഒരിക്കലും നില്ല, ഒരു സംഖ്യ പോലും വരാണ്ടതാണ്. ശരിക്കും പറയാൻ 0 ആയിരിക്കണം. പക്ഷെ സാധിക്കില്ല. കാരണം നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഓൺലൈൻ, അതായത് ഡ്രൈവ് ഫ്ലൈയിങ് അല്ല, ഇത് വെറ്റ് ഫ്ലൈയിങ്. അതായത് ആരെങ്കിലും മുന്നോട്ട് വരണ്ടേ? തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായിരുന്നു, പക്ഷെ സാധിച്ചില്ല. ഓക്കെ, ഇങ്ങനെയേ മുന്നോട്ട് വരൂ. ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ഫേസ് ഉണ്ട്, ട്രയൽ റൺ ഉണ്ട്, ഡ്രൈവ് ഫേസ് ഉണ്ട്. അങ്ങനെ മുന്നോട്ട് വന്നേ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഒരു വലിയൊരു സ്റ്റേജ് ആയിരുന്നു. കാരണം ദുബായ് ട്രേഡ് ഷോ എന്ന് പറയുന്ന ഏകദേശം 180ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളും വിൽപ്പനക്കാരും ബയേഴ്സും അങ്ങനെ എല്ലാവരും ഒരു വലിയൊരു ഷോ ആണ്. അതിൽ ശോഭ കെടുത്തി, യാതൊരു സംശയവുമില്ല. പക്ഷെ ഒഴിവാക്കാൻ പറ്റാവുന്ന സംഭവമാണോ? നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമുക്കിപ്പോൾ വിരൽ ചൂണ്ടുക എന്ന് പറയുന്നത് ഒരാളിലേക്ക് വിരൽ ചൂണ്ടാൻ സാധിക്കില്ല. പൈലറ്റ് അല്ലെങ്കിൽ എഞ്ചിൻ കൊടുത്തിരിക്കുന്ന GE അല്ലെങ്കിൽ ഇന്ത്യയുടെ HAL അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇവിടെ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ സാധിക്കില്ല. വിമാനങ്ങളുടെ ക്രാഷ്, യുദ്ധവിമാനങ്ങളുടെ ക്രാഷ് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്പറുകൾ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇത് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇത് ഫ്ലൈ ചെയ്യുന്ന ഹ്യൂമൻ ആണ്. ഓക്കെ, ഇത് റോബോട്ടോ അല്ലെങ്കിൽ വേറെ ഇല്ല. മനുഷ്യന്മാർക്കും തെറ്റുകൾ സംഭവിക്കാം. കാലാവസ്ഥ വ്യതിയാനം, GEക്ക് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്, ഫിസിക്സിന് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ ഹ്യൂമന്റെ ബോഡി റിയാക്ട് ചെയ്യുന്ന രീതി നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ അവസാന ലാപ്പിൽ, അവസാന ആ നിമിഷത്തെ സ്പൈറലിൽ ഒരു പക്ഷേ ഈ പൈലറ്റ് ബോധം നഷ്ടപ്പെട്ടിരിക്കാം. ഇൻകാപ്പാസിറ്റേഷൻ എന്ന് പറയും, അബോധാവസ്ഥയിലേക്ക് പോയിരിക്കാം അദ്ദേഹം. അവസാന നിമിഷം പോലും ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നത് ഇജക്ഷൻ. ഒരു ഫൈറ്റർ പൈലറ്റിന്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ഇജക്ട് ചെയ്യലല്ല. ഓക്കെ, അതായത് എഞ്ചിൻ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഫ്ലൈറ്റ് കൺട്രോൾ നഷ്ടപ്പെട്ടു, ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് ഫ്ലൈറ്റ് സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പോകലല്ല അവന്റെ ജോലി എന്ന് പറയുന്നത് അവസാന നിമിഷം വരെ പൊരുതി ആ വിമാനത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു പൈലറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. വെറുതെ ഇജക്ട് ചെയ്ത് വീരശൂര പരാക്രമി പോലെ വരികയല്ല. ഇവിടെ നമ്മൾ കാണുന്ന ആ പൈലറ്റ് പോലും അവസാന നിമിഷം വരെ അദ്ദേഹം ഈ ഒരു രാജ്യത്തിന്റെ മുഴുവൻ അഭിമാനമാണ് അദ്ദേഹത്തിന്റെ ചുമലിൽ. തേജസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഭിമാനമാണ്. മനസ്സിലാക്കുക, ഈ അഭിമാനം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇന്ത്യക്ക് 5ാം ജനറേഷൻ ഉണ്ടാക്കാൻ സാധിക്കില്ല. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ട്രയൽ റൺ ചെയ്ത് ക്രാഷായി അപകടത്തിൽപ്പെട്ടു പഠിച്ചു അങ്ങനെ മുന്നോട്ട് വരികയുള്ളൂ. ഒരുപാട് ഇന്ത്യക്കകത്ത് തന്നെ ഒരുപാട് പേര് പറയാൻ ആരംഭിക്കും, എന്തിനാണ് ഈ പരിപാടിക്ക് പോയത്? ഇന്ത്യക്ക് വല്ല അങ്ങ് വാങ്ങിച്ചാൽ പോരെ 10 എണ്ണം, 10 റഫേലും 10 F-16 വാങ്ങിച്ചാൽ പോരെ? നാണമില്ലേ? എത്ര കാലം നമ്മൾ വാങ്ങും? നമുക്ക് സെൽഫ് ഡിപ്പെൻഡന്റ് ആയിരിക്കണം നമ്മളിപ്പോൾ. ഇസ്രായേൽ എന്നുള്ള രാജ്യത്ത് എടുക്കുക, അവർ വളരെ ആദ്യമേ തീരുമാനിച്ചു ഒരു കാരണവശാലും ഒരു രാജ്യത്തും ഡിപ്പെൻഡന്റ് ആവാൻ പാടില്ല. വെള്ളത്തിന് പോലും അല്ലെങ്കിൽ വായുവിന് പോലും
ഒരു ആയുധം ഇടപാടായാൽ പോലും ഒരു കോമ്പണന്റ് പോലും മറ്റൊരു രാജ്യത്തിന് ഡിപ്പെൻഡൻസി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. അവർ എല്ലാം സെൽഫിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നത്. ശരിയാണ്, എല്ലാം വാങ്ങാൻ പറ്റിയെന്ന് വരില്ല, എന്നാൽ പോലും പൂർണ്ണമായിട്ട് ഡിപ്പെൻഡൻസി ഒരു കാര്യത്തിൽ. വളരെ രസമാണ്, ശരിയാണ്. നമ്മളുണ്ടാക്കുന്ന നമ്മുടെ പണം, നമ്മുടെ ഹാർഡ് ഏൺ മണി എന്ന് പറയില്ല, നമ്മൾ കൊടുക്കുന്ന ഈ ടാക്സ്, ആ തുക നമ്മൾ പാലം പണിയുന്ന പണവും റോഡ് പണിയുന്ന പണവും കൊണ്ട് നേരെ അമേരിക്ക കൊടുക്കുക, ഒരു 10 വാങ്ങുക, ഉപയോഗിക്കുക. സംഭവമൊക്കെ രസമൊക്കെ തന്നെയാണ്. പക്ഷെ അതല്ല, ലോങ് ടേം ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഫൈറ്റർ ജെറ്റ് വേണം, നമ്മുടെ കാവേരി എഞ്ചിൻ വേണം. 5ാം ജനറേഷൻ സ്വന്തമായി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിലേ ഒരു ശക്തിയായി മാറൂ. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ശക്താണ് എല്ലാവരും പേടി എന്ന് പറയുന്നത്. ഈ ഓൺലൈനിൽ കാണുന്ന പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ അതിൽ നിന്ന് ഒരു എഞ്ചിൻ, ഇന്ത്യയിൽ നാളേക്ക് ദിവസങ്ങളിൽ ഭയങ്കര പ്രൊപ്പഗണ്ട ആയിരിക്കും. തേജസ് വെറും സ്ക്രാപ്പാണ്, തട്ടിക്കൂട്ടാണ്, അത് വെറും, അതിനെ ബാൻ ചെയ്യണം, യൂറോപ്പിൽ കൊണ്ടുപോകാൻ പാടില്ല, അമേരിക്കയിലേക്ക് വരുത്താൻ പാടില്ല, അടുത്ത ട്രേഡ് ഷോ, അടുത്ത എയർ ഷോയിൽ ബാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്യാമ്പയിൻസ് ആയിരിക്കും. അത് കേട്ട് തളരാൻ പോയി കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ. ശക്തമായി അതിജീവിക്കാം. ഈ ഒരു പ്രൊപ്പഗണ്ടയെ നമ്മളെല്ലാവരും തള്ളിക്കളയണം. ആ ജാതി മതഭേദം എന്ന് ഏത് പാർട്ടി ആയിക്കോട്ടെ, രാജ്യം മുന്നേറണം, രാജ്യം വളരണം. ഇന്ത്യക്ക് ആവശ്യമാണ് 5ാം ജനറേഷൻ. നിങ്ങൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും. കാരണം ഡിപ്പെൻഡൻസി ഇപ്പൊ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഒരു വ്യക്തി പറയും രാവിലെ, ഇന്ത്യ എന്തിനാ ഹുങ്കു കാണിക്കാൻ പോയെന്ന്. എടോ, ഇത് ഹുങ്കല്ല, ഇത് തന്റെയും എന്റെയൊക്കെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അഭിമാനം എന്നല്ല പറയുന്നത്, ആവശ്യമാണ്. ജരൂരി എന്ന് പറയും, അത്യാവശ്യമാണ് നമുക്ക്. അതുകൊണ്ട് ഈ ഒരു ഉദ്യമം ഇനി MK2 എന്ന് പറയുന്ന നമ്മുടെ അടുത്തൊരു ഹയർ വേർഷൻ, നമുക്ക് MK എന്ന് പറയുന്ന നമ്മുടെ ഒരു സീരീസ് ഓഫ് എയർക്രാഫ്റ്റ് വരാൻ പോകും. ഏകദേശം 98 എയർക്രാഫ്റ്റിന്റെ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈയിങ് കൊഫിൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പറക്കുന്ന ശവപ്പെട്ടിയായിട്ടുള്ള മിഗിനെ ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് കൊണ്ടുവരണം. ഇതിനെ അന്വേഷണം നടത്തി കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ഏറ്റവും അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു പക്ഷേ പൈലറ്റ് എന്തായിരിക്കും കാരണം? പോസിബിൾ റീസൺസ് എന്ന് പറയുന്നത് പൈലറ്റിന്റെ എററിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ പോലും നമുക്ക് പറയാൻ സാധിക്കില്ല ടു ഏർലി. കാരണം നമ്മൾ പല ഏവിയേഷൻ അനലിസ്റ്റുകളൊക്കെ പറയുന്ന അവസാന ലൂപ്പിൽ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ്, ആ ഒരു അന്തരീക്ഷവും അതോടൊപ്പം തന്നെ താഴത്തെ ഓൾട്ടിറ്റ്യൂഡ് കാൽക്കുലേഷനിലും ജഡ്ജ്മെന്റ് വന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ലുക്സ് ലൈക്ക് എഞ്ചിന് പ്രോബ്ലം കാണുന്നില്ല, ആണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്, എഞ്ചിനൊന്നും കാണുന്നില്ല. പക്ഷെ ടു ഏർലി, പെട്ടെന്ന് അന്വേഷണം കണ്ടെത്തി ആ റീസൺസ് കൊണ്ടുവരണം. ഒരിക്കലും ക്രാഷ് നല്ലതാണ്. കാരണം ഈ ക്രാഷ് വന്നതുകൊണ്ട്, ക്രാഷ് നല്ലെന്ന് പറയുമ്പോഴും ജീവഹാനി സംഭവിച്ചിരിക്കുന്നത് വളരെ മോശമാണ്. നമ്മുടെ ഒരു നമ്മുടെ ഒരു പട്ടാളക്കാരൻ മരിച്ചിരിക്കുകയാണ്, ജവാൻ മരിച്ചിരിക്കുകയാണ്, രാജ്യത്തിന് വേണ്ടി പൊരുതാൻ ഇറങ്ങിയവള്. പക്ഷേ ഈ ഒരു ഇത് വന്നോടെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കരുതലായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത എയർ ഷോയ്ക്ക് പോകുമ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ജപ്പാനിലോ ഒരു എയർ ഷോയ്ക്ക് തേജസിനെ പങ്കെടുപ്പിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ആവശ്യപ്പെടും. പൈലറ്റ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എയർക്രാഫ്റ്റിന്റെ എയർ വർത്തിനെസ്, അതിന്റെ ഫ്ലൈയിങ് അവേഴ്സ്, ലൈസൻസുകൾ, ഒരുപാട് ചെക്സ് ആയിരിക്കും. അത് നല്ലതാണ് ഒരു കണക്കിന്. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ആവുള്ളൂ. ഒരു അംശം പോലും നമ്മുടെ HALO അല്ലെങ്കിൽ നമ്മുടെ ഓഫീസർമാരോ ഈ റിലാക്സ്ഡ് ഉണ്ട്, ഡിസിപ്ലിൻ, നമ്മുടെ ബാബുമാരുടെ സ്വഭാവമുണ്ട്, സർക്കാർ ബാബു, പോട്ടെ ആ പരിപാടി ഇവിടെ നടക്കില്ല. ഇതിൽ എന്ന് പറയുന്നത് ഒരു അംശം പോലും നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഈ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത പരിപാടി അത് നടക്കില്ല. ഒരിടയ്ക്ക് നല്ലതാണ്, ഇപ്പൊ ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും നല്ലൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇത് തളരാൻ പാടില്ല. ഒരുപാട് പേര് പറയും ഒരു കാരണവശാലും ഇത് നമ്മുടെ ഉദ്യമം ഇങ്ങനെ മുന്നേറൂ, നമ്മൾ ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്യും, തകർന്ന് വീഴും, അതിൽ നിന്ന് പഠിക്കും. ഇപ്പൊ നമ്മൾ ഇലോൺ മസ്ക് പോലും ഈ ചൊവ്വയിലേക്ക് അയക്കുന്ന ആ ഒരു പേടകം പോലും എത്ര വട്ടം അത് പോയി താഴെ പോയി ഒരു 10-15 വട്ടം തകർന്ന് താഴെ പോയി. ഇതിങ്ങനെ പഠിക്കുള്ളൂ. പക്ഷെ ഇന്ത്യക്ക് മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇതിൽ പണം വളരെ ഇൻവോൾവ് ആണ്, നമ്മുടെ ഒരുപാട് പൈസ ഇൻവോൾവ് ആണ് ഇതിനകത്ത്. അപ്പൊ കുറയ്ക്കുക, ക്രാഷുകളുടെ എണ്ണം കുറയ്ക്കുക, പഠിക്കുക, മുന്നോട്ട് പോവുക. അപ്പൊ ഈ കാണുന്ന പ്രൊപ്പഗണ്ടവും നിങ്ങൾ തളരരുത്. ഞാൻ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തേജസ് വീണു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ത്യ എന്തിനീ പണിക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറരുത്. ഇന്ത്യ ഒരിക്കലും പിന്മാറാൻ പാടില്ല, മുന്നോട്ട് വരണം. ഈ ഒരു ക്രാഷ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ സാധിക്കാവുന്ന കാര്യമല്ല. പക്ഷെ എണ്ണം വേണമെങ്കിൽ കുറയ്ക്കാം, അത്രയേ പറ്റൂ.